ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിൽ ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വാനില കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കപ്പ് കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ തന്നെ 2-3 തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. 2 മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകാറുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ വെച്ചിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുന്നത് നമ്മൾ സാധാരണ വാനില കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് അതിന് പകരമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർക്കുന്നത്. നമ്മളിതിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡൊന്നും യൂസ് ചെയ്യുന്നില്ല. കപ്പ് കേക്കിൻ്റെ ആ ഒരു കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നത്. എന്നിട്ടൊരു 3 തവണ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്ന്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ബേക്കായി കിട്ടുള്ളൂ. എല്ലാ ഭാഗവും ഒരുപോലെ ബേക്കായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. 2 മുട്ട വെച്ചിട്ടാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 40 സെക്കൻഡ് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത്. 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 മുട്ട വെച്ചല്ലേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണ വാനില കേക്കൊക്കെ 1/4 കപ്പ് പഞ്ചസാര എടുക്കാറുണ്ട്. ഇതിലേക്ക് 1/2 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പാൽ കൂടെ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്, 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ലോ സ്പീഡിലിട്ട്, ഹൈ സ്പീഡിലിട്ട് ചെയ്യരുത് കേട്ടോ. ബാറ്റർ നന്നായിട്ട് ലൂസായി പോവും. ഇത് പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാനില എസൻസ് ചേർത്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തില്ലേ എഗ്ഗിലേക്ക്, ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പൈനാപ്പിൾ എസൻസ് ഉണ്ടായിരുന്നില്ല. പൈനാപ്പിൾ എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 3 ഡ്രോപ്പ്, കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു കുത്തൽ വരും. ഒരു 3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ സ്പീഡിൽ കുത്തി ഇളക്കരുത് കേട്ടോ, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ട്രേയിലാണ്, നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ട്രേയിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ഒരുമിച്ചാക്കിയിട്ടാണ് വെക്കുന്നത്. തീരെ കട്ടിയില്ലാത്ത കപ്പ് കേക്കിൻ്റെ കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ ഒരു 1/4 ഭാഗം വരെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഓവനിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് സ്പൂൺ വെച്ചിട്ടാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിലാക്കി ഒഴിച്ച് കൊടുത്താൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. എയർ ബബിൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മൾ സാധാരണ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതുപോലെ ചെയ്താൽ മതി. ഒരു അലുമിനിയം പാത്രത്തിൻ്റെ ലിഡ് എടുത്തിട്ട് അതിന്മേൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സെയിം ടൈം തന്നെയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടും കേട്ടോ.
ഇത് വലിയ സൈസിലുള്ള കപ്പാണ് കേട്ടോ. അപ്പോൾ ചെറിയ സൈസിലുള്ള കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15-16 കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 11 കപ്പ് കേക്ക്സായി ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. 11 കപ്പ് കേക്ക്സിനുള്ള വലുതാണ്, അപ്പോൾ അതിനുള്ള ബാറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 15-16 ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് കാണിച്ചു തരാം, ഇങ്ങനെ തെളിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയ കപ്പ് കേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 11 എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന്. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ്, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്